നമസ്കാരം സുഹൃത്തുക്കളെ. ചുംബന മത്സരം വേണോ, ചാക്ക് കേട്ടി ചാട്ടം വേണോ എന്ന് ചോദിച്ചാൽ കേരളം എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വശത്ത് ചുംബന മത്സരം, ചുംബന സമരക്കാരും, മറുവശത്ത് ചാക്കിൽ കയറ്റുന്ന സമരക്കാരും അല്ലെങ്കിൽ ആ ആൾക്കാരുമാണ് ഇപ്പൊ കേരളത്തിലെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഇവർ രണ്ടു പേരും തമ്മിൽ അന്തർധാരയൊക്കെ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, സൈദ്ധാന്തികമായ ഒരു ഒരു കിടമത്സരം നടക്കുന്നതൊക്കെയായിട്ട് കേരള ജനതയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും ഇവര്. അപ്പോൾ അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കൂല. അവര് ഈ ചുംബന മത്സരക്കാർ ചാക്കിൽ കയറ്റക്കാരുടെ ചാക്കിൽ കയറി അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ പിത്തിന എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനിത് പണ്ടേ കേട്ടിട്ടുണ്ട്. നമ്മളെ ഒരു ഗ്രാമ്യ ഭാഷയാണ് ഈ പിത്തിന. വെറുതെ ഇടങ്ങേറുണ്ടാക്കരുത്, നീ വെറുതെ പിത്തിന ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ അമ്മയൊക്കെ പണ്ട് പറയും. അപ്പൊ ഈ പിത്തിന എന്ന് പറഞ്ഞ ഒരു ഇടങ്ങേറുണ്ടാക്കല്, ഒരു പ്രശ്നം ഉണ്ടാക്കല് എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഫിത്തിന എന്ന് പറഞ്ഞ പരീക്ഷണമാണ് പോലും. അപ്പോൾ യഥാർത്ഥത്തില് ഈ സൂംബ ഡാൻസ് ഇപ്പൊ ഒരു പിത്തിനയായിരിക്കുകയാണ്. ഫിത്തിന ഒരു പരീക്ഷണമാണത്രേ. അപ്പോ സംഗീതം പറ്റൂല, നൃത്തം പറ്റൂല, ചിത്രരചന പറ്റൂല, കലാപരമായ ഒന്നും പറ്റൂല, സാഹിത്യം പറ്റൂല. അങ്ങനെ ഒന്നും പറ്റാത്ത ഒരു മതരാഷ്ട്രം, അല്ലെങ്കിൽ അരാജകത്വം, ചുംബന സമരം, പിന്നെ ഡ്രഗ്സ്, എല്ലാവിധ അരാജകത്വങ്ങളും വാഴുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം. ഏത് വേണം നിങ്ങൾക്ക്? ചുംബനം വേണോ, ചാക്കിൽ കയറ്റം വേണോ? കേരളത്തിന് തീരുമാനിക്കാം. നമ്മൾ കരക്കിരിക്കുകയാണ്. നമുക്കിതിനൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. കാരണം ഡീല് നടക്കുന്നത് അങ്ങനെയുള്ളവർ തമ്മിലാണല്ലോ, അന്തർധാര സജീവമാണല്ലോ. അപ്പോ ഇതിപ്പോ ഏതായാലും സൂംബ ഡാൻസുകാർക്ക് ഈ പിത്തനക്കാരെ ഇപ്പോ അനുസരിച്ചേ പറ്റൂ. വോട്ട് മുഖ്യം ബിഗിലേ. ഇതിപ്പോ 977 പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും അറിഞ്ഞോ? ചർച്ച ചെയ്തോ കേരളം? എന്തിനാ ഉണ്ടാക്കിയിട്ടുള്ളത്? തട്ടിക്കളയാനാ. ആരാ ഉണ്ടാക്കിയിട്ടുള്ളത്? PFIക്കാരാ. അതില് ആരാ ഉള്ളത്? അതിലേറ്റവും കൂടുതലുള്ളത് ഹിന്ദു നേതാക്കന്മാരാ. പിന്നെ കോടതി ജഡ്ജിമാരൊക്കെ ഉണ്ട്, മറ്റു ചില മത നേതാക്കന്മാരുണ്ടാവുമായിരിക്കും. എന്തായാലും വത്സൻ തില്ലങ്കേരിനെയും ശശികല ടീച്ചറെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാന്ന് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ ഹിന്ദുക്കൾ വിചാരിക്കോ, ഓ വത്സൻ തില്ലങ്കേരി ശശികലയും ഞങ്ങൾക്ക് എന്താന്ന്? വേലി പൊളിച്ചാലേ വിളയിലേക്ക് കയറാൻ പറ്റും. മനസ്സിലാക്കിക്കോ മതേതര ഹിന്ദുക്കളെ. ഇതിപ്പോ അങ്ങനെങ്ങാനും വരുന്ന അപകടം ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു പക്ഷിയെ പോലെ ഈ ശശികല ടീച്ചർ ഒരുപാട് കാലായി വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്ന. എന്നിട്ട് അവർക്കെല്ലാവരും കൂടി വിഷകല എന്നൊരു പേരും കൊടുത്തു. അങ്ങനെ മതേതര ഹിന്ദുക്കളായ നമ്മളൊക്കെയും വിഷകല വിഷകല എന്ന് വിളിച്ചിങ്ങനെ സുഖിച്ച് നടക്കുകയാണ്. പക്ഷേ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇനി കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാലം വരും. ഈ 977 പേരില് ഞാൻ പെട്ടിട്ടില്ലല്ലോ എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും, ആശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ ഈ 977 പേര് എന്തിനുള്ളവര്, എന്തിന് എതിര് നിന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2047 ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ളതാണ് PFIയുടെ പ്രഖ്യാപിതമായ രേഖ എന്ന് പറയുന്നത്. അതിന് എതിര് നിൽക്കുന്നവരെയാണ് അവർ തട്ടാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച കേരളത്തിൽ നടക്കൂല. ഇത് മതേതര കേരളമാണ്. ഇവിടെ ആകപ്പാടെ നടക്കുന്നത് റെഡ് ജിഹാദ്, അതിന്റെ അന്തർധാരയാണ്. ഈ PFIനെ ആരാ വളർത്തിയത്? LDF UDF കൂടെ. എന്നിട്ടിപ്പോ 2022 PFIനെ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചു. കുറച്ച് നേതാക്കന്മാരെ പിടിച്ച് ജയിലിലും ഇട്ടു. പക്ഷെ ബാക്കി എവിടെ പോയി? അതാണിപ്പം നമ്മൾ എവിടെ കണ്ടത്? നിലമ്പൂരും മറ്റും കണ്ടത്.
ആർക്ക് സപ്പോർട്ട് കൊടുത്തു നമ്മൾ കണ്ടില്ലേ? ഈ PFIന്റെ നേതാക്കന്മാർ മാത്രമേ ജയിലിൽ പോയിട്ടുള്ളൂ. അണികൾ മുഴുവനും എവിടെ പോയി? 2047 ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന അവർ എവിടെ പോയി? അവർ ഏതൊക്കെ സംഘടനയിലുണ്ട്? അവിലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചിട്ട് കേരളത്തിലുള്ളവർ കാത്തിരുന്നോ? ഈ 977 കഴിയുമ്പോൾ അവർ വരും. ആർക്ക് നേരെ വരും? വേലി പൊളിച്ചു കഴിഞ്ഞിട്ട് വിളവെടുക്കാൻ വേണ്ടി അവർ വരും. വിളവിലേക്ക് അവർ കുതിച്ചു കയറും. അപ്പം നിങ്ങൾ ആരോട് പറയും? മതേതരരായ നിങ്ങൾ എന്ത് ചെയ്യും മലയാളികളെ? ഇപ്പോ സൂംബ ഡാൻസ് വേണ്ടാന്ന് പറഞ്ഞു. സ്കൂളിന്റെ സമയം മാറ്റിയത് മതപരമായിട്ടുള്ള പഠനത്തിന് വിഘാതമാവൂന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അത് ഇടതുപക്ഷ മതനിരപേക്ഷ മതേതര ഇടതുപക്ഷം അതനുസരിച്ചു. ഇപ്പൊ ഇതാ സൂംബ ഡാൻസ്. നമ്മക്കെന്താ? സൂംബ പഠിച്ചാലും ഇല്ല, പഠിച്ചില്ലെങ്കിലും ഇല്ല. മതേതര രക്ഷിതാക്കളല്ലേ, അവരെന്ത് വേണച്ചാ ചെയ്യട്ടെ. അവരുടെ മക്കളെ എന്ത് പഠിപ്പിക്കണം? അവർ വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷവും കോൺഗ്രസും തീരുമാനിക്കട്ടെ എന്ന്. ഇടതുപക്ഷവും കോൺഗ്രസും ആർക്കാ സപ്പോർട്ട്? ഒരാൾ PDPന്റെ കൂടെയും മറ്റയാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ, SDPIന്റെ കൂടെ. അപ്പോ വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ. ഏതായാലും ഈ മതേതര മുന്നണികളിലൊക്കെയും ഈ പറയുന്ന വിഭാഗത്തിലുള്ളവരുണ്ടല്ലോ. ഈ 977 പേരെ എന്തിനു കൊല്ലുന്നോ? ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഈ വോട്ട് ചെയ്യുന്ന മതേതരകൾക്ക് ഒരു നഷ്ടവും ഇല്ലെങ്കിൽ മറ്റേ വനിതാ കമ്മീഷന്റെ ശ്രീമതി ജോസഫൈൻ പറഞ്ഞ പോലെ അനുഭവിച്ചോ. അല്ലാണ്ടെന്താ? ഇതൊന്നും അല്ല കേരളത്തിന് വരാൻ പോകുന്നത്. ഇനിയും വരും. കാരണം ഇവിടെ നിന്നാണ് കാശ്മീരിലേക്ക് പോകുന്നത് ഭീകരപ്രവർത്തനത്തിന്. ഇപ്പോഴും പഹൽഗാമില് ആ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ, കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞില്ലേ? ഇപ്പം വസ്ത്രം പൊക്കി നോക്കി ഹിന്ദുക്കളെ കൊന്നില്ലേ? അവിടെ കാട്ടില് ഒരു മൃതദേഹമുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പോയ ഒരുത്തന്റെ. അവൻ എന്തിനാ പോയേ? ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. കേരളത്തിൽ നമ്മളെ വയനാട്ടിൽ നിന്ന് പോലും പോയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ കാര്യമോ എന്തെങ്കിലും പറഞ്ഞവൻ വർഗീയവാദിയാവും. 2047 ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പ്രഖ്യാപിത രേഖയുണ്ടെന്ന് പറഞ്ഞാല് അവര് വർഗീയവാദം പറയാണ്, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി പറയാണ് എന്ന് പറയും. നിങ്ങൾക്ക് എന്തുണ്ട് പ്രതിരോധിക്കാൻ? എന്തുണ്ട്? നിങ്ങളെ സ്ത്രീകളെ ചാക്കിൽ കയറ്റാൻ വരുമ്പോ നിങ്ങൾക്ക് എന്തുണ്ട് പ്രതിരോധിക്കാൻ? നിങ്ങളെ കുട്ടികൾക്ക് ഇപ്പൊ എക്സസൈസ് സൂംബ ഡാൻസ് വേണ്ടാന്ന് സമസ്ത തീരുമാനിച്ച മതേതര രക്ഷിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇടതുപക്ഷം പറയും സൂംബ ഡാൻസ് വേണ്ട, ഡ്രില്ലും വേണ്ട എന്ന് പറയും. നിങ്ങളെ മക്കളെ ഒപ്പന കളിപ്പിച്ചോ? അത്രേ പറയാനുള്ളൂ. അപ്പോ ഈ 977 പ്രഖ്യാപിക്കപ്പെട്ട ഹിന്ദു നേതാക്കന്മാരെ തട്ടിക്കഴിഞ്ഞ് അവര് വരും. വേലി പൊളിച്ചിട്ട് അവര് വരും. ആ ദിവസത്തിന് വേണ്ടി മതേതരന്മാരെ നിങ്ങൾ കാത്തിരുന്നു. അന്നത്തെ ദിവസം വരും. രാഷ്ട്രായ സ്വാഹ. ഇദം നമഃ.